ഹരി ഓം. 49 സ്തുതി. സംക്ഷേപ ശ്രീകൃഷ്ണചരിതം. ഇത് 9 സ്കന്ധം 24 അധ്യായത്തിലെ 55 ശ്ലോകം, 63 ശ്ലോകം തൊട്ട് 67 വരെ. യദുവംശം വിവരിക്കുകയാണ്. ശൂരന് മാരിഷ എന്ന ഭാര്യയിൽ വസുദേവൻ തുടങ്ങി 10 പുത്രന്മാർ ജനിച്ചു. വസുദേവരുടെ ജനന സമയത്ത് ദുന്ദുഭിവാദ്യം ദേവന്മാർ മുഴക്കുകയാൽ അദ്ദേഹത്തിന് ആനകദുന്ദുഭി എന്ന പേരുണ്ടായി. ഭഗവാന്റെ ആവിർഭാവത്തിന് അദ്ദേഹം ഹേതുഭൂതനുമായി. പൃഥ, ശ്രുതദേവ, ശ്രുതകീർത്തി, ശ്രുതശ്രവസ്, രാജാതിദേവി ഇങ്ങനെ 5 സഹോദരിമാർ അവർക്കുണ്ടായി. കുന്തിയുടെ പിതാവായ ശൂരൻ പൃഥയെ പുത്രനില്ലാത്ത തൻ്റെ സഖാവായ കുന്തിഭോജനെ പുത്രീത്വേന കൊടുത്തു. പൃഥ ശുശ്രൂഷ കൊണ്ട് ദുർവാസാവിനെ സന്തോഷിപ്പിച്ചതിനെ തുടർന്ന് ദേവന്മാരെ വിളിച്ചു വരുത്തുന്ന മന്ത്രം മുനി അവളെ പഠിപ്പിച്ചു. അവളുടെ ബാലസഹജമായ ജിജ്ഞാസ മൂലം മന്ത്രം ഫലിക്കുമോ എന്നറിയാൻ അവൾ സൂര്യദേവനെ വിളിച്ചു. പെട്ടെന്ന് സൂര്യദേവൻ അവിടെ എത്തി മന്ത്രം പരീക്ഷിക്കാൻ വിളിച്ചതാണ്, അതുകൊണ്ട് തിരിച്ചു പോകണം എന്നവൾ പറഞ്ഞു. സൂര്യദേവൻ പറഞ്ഞു, എൻ്റെ ദർശനം ഫലമില്ലാതെ വരാൻ പാടില്ല. നിനക്ക് ദോഷമൊന്നും വരാതെ ഞാനൊരു പുത്രനെ ഉദ്ഭവിപ്പിക്കാം. അവൾക്ക് ഗർഭമുണ്ടായി. സൂര്യദേവൻ മറഞ്ഞു. സൂര്യ തേജസ്സുള്ള ഒരു ശിശു അവൾക്കുണ്ടായി. ലോകാപമാനം പേടിച്ചവൾ ആ കുഞ്ഞിനെ നദിയിലൊഴുക്കി. പിന്നെ അവളെ പാണ്ഡു പരിഗ്രഹിച്ചു. കരുഷാധിപതിയായ വൃദ്ധശർമാവ് ശ്രുതദേവയെ വിവാഹം ചെയ്തു. സനകാദികളാൽ ശപിക്കപ്പെട്ട ജയൻ അസുരനായി പിറന്നതിനു ശേഷം ഈ ശ്രുതദേവയിൽ ദന്തവക്ത്രനായി വന്നു ജനിച്ചു. ചേതി രാജാവായ ദമഘോഷൻ ശ്രുതശ്രവസിനെ വരിച്ചു. അവളിൽ ശിശുപാലൻ ജനിച്ചു. വസുദേവൻ ദേവകീദേവിയിൽ 7 പുത്രരെ ജനിപ്പിച്ചു. അഷ്ടമസ്തുതയോരാസീത് സ്വയമേവ ഹരിക്കില സുഭദ്രാജ മഹാഭാഗ തവ രാജൻ പിതാമഹീ ഭോജവൃഷ്ണ്യന്ധകമധുശൂരസേനദശാർഹകൈഃ ശ്ലാഘനീയേ ഹി ദശശ്വത് കുരു സൃഞ്ജയ പാണ്ഡുഭിഃ സ്നിഗ്ധസ്മിതേക്ഷിതോദാരൈ വാക്യൈർവിക്രമലീലയാ നൃലോകം രമയാമാസ മൂർത്യാ സർവാംഗരമ്യയാ യസ്യാനനം മകരകുണ്ടലചാരുകർണ ഭ്രാജത്കപോലസുഭഗം സവിലാസഹാസം നിത്യോത്സവം ന തതൃപുർദൃശിഭിഃ പിബന്ധ്യോ നാര്യോ നരാശ്ച മുദിതാ കുപിതാ നിമേശ്ച ജാതോ ഗതപിതൃഗൃഹാത് വ്രജമേധിതാർത്ഥോ ഹത്വാ രിപൂൻ സുതശതാനി കൃതോരുദാരഃ ഉത്പാദ്യതേഷു പുരുഷകൃതുഭിഃ സമീജേ ആത്മാനമാത്മനിഗമം പ്രഥയൻ ജനേഷു. പൃഥ്വോസ വൈ ഗുരുഭരം ക്ഷപയൻ കുരൂണാം അന്തഃ സമുത്ഥകലിനാ യുധിപൂമചംവഃ ദൃഷ്ട്യാ വിധൂയ വിജയേ ജയമുദ്വിഘോഷ്യ
പ്രോച്യോദ്ധവായ ച പരം സമഗാസ്വധാമ. എട്ടാമതായി ഭഗവാൻ സ്വയം അവരിൽ ഭവിച്ചു. അവരിൽ മഹാഭാഗ്യവതിയും പരീക്ഷത്തിൻ്റെ അമ്മൂമ്മയുമായ സുഭദ്രയും ഉണ്ടായി. ഭോജന്മാർ, വൃഷ്ണികൾ, അന്ധകന്മാർ, മധുക്കൾ, ശൂരസേനന്മാർ, ദശാർഹന്മാർ, കൗരവന്മാർ, സൃജയന്മാർ, പാണ്ഡവന്മാർ മുതലായവരാൽ സദാ ഭക്തിപൂർവം സ്തുതിക്കപ്പെടുന്ന കൂടിയ ഭഗവാൻ മാഹന മന്ദഹാസത്താലും കടാക്ഷത്താലും ഉദാരവാക്യങ്ങളാലും പരാക്രമം വ്യക്തമാക്കുന്ന ലീലകൾ കൊണ്ടും ജഗന്മോഹന സ്വരൂപം കൊണ്ടും ലോകം മുഴുവൻ ആനന്ദിപ്പിച്ചു. മകരകുണ്ടല മനോഹരമായ കർണങ്ങൾ കൊണ്ടും സുശോഭിത കപോലങ്ങൾ കൊണ്ടും സുന്ദര ലീലാമയമായ മനോഹര മുഖം കണ്ണുകൾ കൊണ്ട് പാനം ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാർ പരമാനന്ദഭരിതം ഇടയ്ക്കിടെ കണ്ണുകൾ അടയുന്നതിൽ കുപിതരുമായിത്തീർന്നു. തൻ്റെ ദിവ്യരൂപത്തിൽ അവതരിച്ച് മനുഷ്യനാട്യമെടുത്ത് പിതൃഗ്രഹത്തിൽ നിന്ന് ഗോകുലത്തിലെത്തി വ്രജവാസികളുടെ അഭീഷ്ടമെല്ലാം സാധിപ്പിച്ചു കൊടുത്ത് വിവാഹം ചെയ്ത് ആ പത്നിമാരിൽ അനേകായിരം പുത്രന്മാരെ ജനിപ്പിച്ച് ജനങ്ങളിൽ വേദമാർഗം പ്രചരിപ്പിച്ച് ഭഗവാൻ ആത്മാവിനെ തന്നെ യജ്ഞങ്ങൾ കൊണ്ട് യജിച്ചു. ഭഗവാൻ പാണ്ഡവരും കൗരവരും തമ്മിലുള്ള കലഹത്തിൽ തൻ്റെ നോട്ടം കൊണ്ട് മാത്രം അസുരാംശജരെ നശിപ്പിച്ച് അർജുനനിൽ വിജയമുദ്ഘോഷിച്ച് ഉദ്ധവർക്ക് പരമതത്വം ഉപദേശിച്ച് അവതാരലീലകളൊക്കെ പൂർത്തിയാക്കിയ ശേഷം സ്വകീയമായ സ്വരൂപത്തിൽ തന്നെ വിലയിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ.